ഹായ്, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ജെല്ലിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചട്ടീൻ്റെ ഷേപ്പുള്ള സാധനമില്ലേ, അതാണ്. അതിൽ ഞാനിങ്ങനെ ബ്രൗൺ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ബ്രൗണിൽ ചെറുതായിട്ട് വൈറ്റ് മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇതൊരു മാറ്റ് ഫിനിഷ് ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആ ഒരു ചട്ടിയൊക്കെ നമ്മൾ ഗ്ലോസി ആയിട്ടല്ലല്ലോ ഇരിക്കുക, ഒരു മാറ്റ് ഫിനിഷിലല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മാറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് പ്ലാന്റ് ആണ്. അപ്പോൾ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാസ്കിൻ ടേപ്പാണ്. എൻ്റെ കയ്യിലുള്ള ടേപ്പ് വലുതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് വയറാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇത്രയും തിന്നായിട്ടുള്ള വയറില്ലായിരുന്നു. നമുക്ക് ചെറിയ മിനിയേച്ചർ പ്ലാന്റ്സ് ഒക്കെ ഇല്ല, അപ്പം ചെറിയ വയർ മതി. അപ്പോഴാണ് ഞാൻ എൻ്റെ വർക്ക് ചെയ്യാതെ ഇവിടെ അനാഥപ്രേതം പോലെ കിടക്കുന്ന എൻ്റെ ഫെയറി ലൈറ്റിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ ഞാൻ ഫെയറി ലൈറ്റ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തു. ആ ലൈറ്റിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ബാക്കി നമുക്ക് കമ്പി കിട്ടുമല്ലോ. അപ്പോൾ അതാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കമ്പിയൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം ഞാൻ കമ്പി ഒരു ഫിംഗറിൻ്റെ മെഷർമെൻറ്റിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡും ഒട്ടിച്ചു കൊടുക്കുക. നമ്മളെല്ലാ ലീഫും ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കണം എന്നില്ല. അപ്പോൾ ചെറിയൊരു സൈസ് ഡിഫറൻസ് ഉണ്ടാകുന്നതാണ് ഭംഗി. അപ്പോൾ ഞാനൊരു 9 ലീവ്സ് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഓരോ ലീവ്സും ഇതുപോലെ ഈ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ടേപ്പ് നമ്മൾ ഒരു കമ്പീൻ്റെ ഒരു 3/4 വരെ ഒട്ടിച്ചാൽ മതി. ബാക്കിയുള്ള ഭാഗം നമുക്ക് ചട്ടീൻ്റെ ഉള്ളിൽ വെക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ ഈ ഒരു ഷേപ്പിൽ ലീവ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു കോട്ട് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം കൊടുത്ത ഗ്രീനൊക്കെ ഡ്രൈ ആയതിൻ്റെ ശേഷം കുറച്ച് ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഞാൻ റെഫറൻസ് എടുത്ത എൻ്റെ വീട്ടിലത്തെ സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ സെയിം ഒരു ചട്ടിയും ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ശരിക്കും ഇത് ചെയ്തത്. ഇതുപോലെ രണ്ട് സൈഡും ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് യെല്ലോ പെയിൻറ് കൊണ്ട് ഇതുപോലെ ബോർഡർ കൊടുക്കാം.
അപ്പോൾ മൊത്തം ലീവ്സും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ആ ഇലേൻ്റെ നമ്മൾ സ്നേക്ക് പ്ലാന്റ് നേരെയല്ലല്ലോ നിൽക്കുക, ചെറുതായിട്ടൊന്ന് വളഞ്ഞ് പൊളഞ്ഞൊക്കെയല്ലേ നിൽക്കുക. അപ്പോൾ അതുപോലെ നമ്മളാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ ലീവ്സും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്ലേ എടുത്തിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചട്ടിയില്ലേ അതിൻ്റെ അകത്തേക്ക് ക്ലേ വെച്ച് കൊടുക്കുക. കമ്പി നമുക്ക് കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്ലേ വെക്കുന്നത്. അപ്പോൾ ഓരോ ലീവ്സും ഇതുപോലെ ഇതിലേക്ക് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.